മഹാദേവൻ്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് നമ്മുടെ വിശ്വാസം. ശിവക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശേഷമായി കൊണ്ടാടുന്നു. വ്രതങ്ങളിൽ അതീവ പ്രാധാന്യവും തിരുവാതിര വ്രതത്തിനുണ്ട്. ശിവനും പാർവതിയും തമ്മിൽ വിവാഹം നടന്നതും ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പരമശിവൻ കാമദേവന് പുനർജീവിപ്പിച്ചത് മകയിരം നാളിൽ ആയിരുന്നു. ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ പാർവതീദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും പഴങ്ങൾ ഭക്ഷിച്ചും കേശാലങ്കാരം ചെയ്തും തുടിച്ചു കുളിച്ചും നീരാടിയും വെറ്റില ചവച്ചും ഊഞ്ഞാലാടിയും ആനന്ദിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും അതിനെ അനുകരിച്ചാണ് മകയിരവും തിരുവാതിര നാളും ചേർന്ന രാവിൽ തിരുവാതിര ആഘോഷമാക്കുന്നതെന്നാണ് നമ്മളുടെ ഐതിഹ്യം. മക്കളുടെ ഐശ്വര്യത്തിനു വേണ്ടിയും അവിവാഹിതരായ യുവതികൾ ഉത്തമ വിവാഹം നടക്കുന്നതിനും ഈ വ്രതം എടുക്കുന്നു. പാർവതിയെ സ്തുതിച്ച് സൂര്യോദയത്തിന് മുൻപ് കുളത്തിൽ തിരുവാതിരപ്പാട്ട് പാടി തുടിച്ചു കുളിക്കൽ, നൊയമ്പ് നോക്കൽ, നാമജപം, തിരുവാതിരക്കളി, ഉറക്കമൊഴുപ്പ്, എട്ടങ്ങാടി കഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ, ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിരയുടെ പ്രധാന ചടങ്ങുകൾ. ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ഉത്സവം, തിരുവാതിരക്കളി, പൂജ, സ്വയംവര പൂജ, മറ്റ് വിശേഷാൽ പൂജകൾ, പൊങ്കാല എന്നിവയൊക്കെയാണ് ഈ അവസരങ്ങളിൽ നടക്കുന്നത്. ക്ഷേത്ര ദർശനത്തിന് അതീവ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണിത്. മകയിരം ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് വേണ്ടിയുമാണ്. ഇഷ്ടവിവാഹം നടക്കുന്നതിന്, അതുപോലെ ഉത്തമ ദാമ്പത്യം ഉണ്ടാകുന്നതിന്, കുടുംബ ഐശ്വര്യം, മക്കളുടെ അഭിവൃദ്ധി, അപകടമുക്തി, ദുഃഖവിമോചനം, രോഗമുക്തി, ദീർഘായുസ് തുടങ്ങിയ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിന് ഉണ്ടെന്നാണ് നമ്മളുടെ വിശ്വാസം തന്നെ. രേവതി നാളിലാണ് തിരുവാതിര ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. 7:30 വെളുപ്പിന് ഉണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. ഓരോ ദിവസവും പ്രാതലും ഉച്ചഭക്ഷണവും ഓരോ കിഴങ്ങുവർഗ്ഗങ്ങൾ ആയിരിക്കും. അരി ആഹാരം ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഉപയോഗിക്കൂ. വിവാഹത്തിന് ശേഷം ദമ്പതികളുടെ ആദ്യത്തെ തിരുവാതിര ആഘോഷം പൂത്തിരുവാതിര അഥവാ പുത്തൻ തിരുവാതിര എന്നും അറിയപ്പെടുന്നു. ദശപുഷ്പം ചൂടുന്നത് തിരുവാതിര വ്രതത്തിലെ ഒരു പ്രധാന ചടങ്ങ്. തിരുവാതിര വ്രതം നോക്കുന്ന സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടിയാലേ പൂർണ്ണവ്രതം കിട്ടൂ എന്നാണ് വിശ്വാസം.